ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിലെത്തുന്ന ബ്രഹ്മാണ്ഡ ചലച്ചിത്രം ARM ഓണം റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലെത്തും. കങ്കുവയുടെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അജിത്, സൂര്യ തുടങ്ങിയ താരങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചോദ്യത്തിന് വിക്രം നൽകിയ മറുപടിയാണ് വൈറലാകുന്നത്. ആരാധകരെ നിരാശയിലാഴ്ത്തി പുതിയ മോഹൻലാൽ ചിത്രം ബറൂസ് ഒക്ടോബർ 3 റിലീസ് നീട്ടിയിരിക്കുകയാണ്. ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിലെത്തുന്ന ബ്രഹ്മാണ്ഡ ചലച്ചിത്രം ARM ഓണം റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലെത്തും. ജിതിൻലാൽ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന അജയന്റെ രണ്ടാം മോഷണത്തിന്റേതായി പുറത്തുവന്ന മോഷൻ പോസ്റ്ററിലൂടെയാണ് ഓണം റിലീസായി ചിത്രം എത്തുമെന്ന അപ്ഡേറ്റ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. 3Dയിലും 2Dയിലുമായി പ്രദർശനത്തിനെത്തുന്ന സിനിമ മാജിക് ഫ്രെയിംസ്, UGM മോഷൻ പിക്ചേഴ്സ് എന്നീ ബാനറുകളിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ, ഡോക്ടർ സക്രിയ തോമസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. അതേസമയം 3 കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന അജയന്റെ രണ്ടാം മോഷണം മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിങ്ങനെ 6 ഭാഷകളിലായാണ് റിലീസ് ചെയ്യുന്നത്. കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത്. കൂടാതെ തെലുങ്ക് ചിത്രങ്ങളിലൂടെ പ്രശസ്തി നേടിയ കൃതി ഷെട്ടിയുടെ ആദ്യ മലയാള സിനിമ കൂടിയാണ് ഇത്. ടൊവിനോയെ കൂടാതെ ബേസിൽ ജോസഫ്, ജഗദീഷ്, ഹരീഷ് പേരിടി എന്നീ താരനിരയും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. സുജിത് നമ്പ്യാരാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത്. സൂര്യ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രശസ്ത സംവിധായകൻ ശിവ ഒരുക്കിയ ബ്രഹ്മാണ്ഡ തമിഴ് ചിത്രമാണ് കങ്കുവ. കങ്കുവയുടെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പീരിയഡ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രം ഒക്ടോബർ 10 ആഗോള വ്യാപകമായി 38 ഭാഷകളിൽ തിയേറ്ററിലെത്തും. 350 കോടിയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ്. ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിലെത്തിക്കും. സ്റ്റുഡിയോ ഗ്രീനിന്റെ ബാനറിൽ KE ജ്ഞാനവേൽ രാജ, UV ക്രിയേഷൻസിന്റെ ബാനറിൽ വംശി പ്രമോദ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 2 ഭാഗങ്ങളായാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. ബോളിവുഡ് താരം ബോബി ഡിയോൾ വില്ലനായി എത്തുന്ന കങ്കുവയിലെ നായികാവേഷം ചെയ്യുന്നത് ദിശ പഠാണിയാണ്. ദേവി ശ്രീ പ്രസാദ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് വെട്രി പളനിസ്വാമിയാണ്. മികച്ച കഥാപാത്രങ്ങളിലൂടെ സിനിമാ പ്രേമികളെ അമ്പരപ്പിക്കുന്ന നടനാണ് വിക്രം. പുതിയ ചിത്രം തങ്കലാനും ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ പ്രമോഷനിടയിൽ അജിത്, സൂര്യ തുടങ്ങിയ താരങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചോദ്യത്തിന് വിക്രം നൽകിയ മറുപടിയാണ് വൈറലാകുന്നത്. മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടും അജിത്തിനും സൂര്യയ്ക്കും ഉള്ളതുപോലെ ആരാധകർ നിങ്ങൾക്കില്ലല്ലോ, ടോപ്പ് 3യിൽ എത്താനായില്ലല്ലോ എന്നാണ് ഒരാൾ ചോദിച്ചത്. എന്റെ ആരാധകരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, തിയേറ്ററിലേക്ക് വരൂ, അവിടെ നിങ്ങൾക്ക് കാണാം എന്നായിരുന്നു താരത്തിന്റെ മറുപടി. ടോപ്പ് 3, ടോപ്പ് 4, ടോപ്പ് 5 അങ്ങനെയൊന്നുമില്ല. ആരാധകരെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ സാധാരണ പ്രേക്ഷകരുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമ ആരാധകരും എന്റെയും ആരാധകരാണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിലേക്ക് വരുമല്ലോ. നിങ്ങളുടെ നമ്പർ എന്റെ അസിസ്റ്റന്റിനെ ഏൽപ്പിക്കാൻ മറക്കരുത്. ഇത് കഴിഞ്ഞ് സംസാരിക്കാം. ഇതേ ചോദ്യം ഒരു ദിവസം നിങ്ങൾ ആ താരങ്ങളോടും ചോദിക്കും. ഒരുപക്ഷെ ആ ദിവസം നാളെ തന്നെ ആകാം എന്നായിരുന്നു വിക്രമിന്റെ മറുപടി. വിക്രമിന്റെ ആ ദൃശ്യങ്ങൾ മുഴുവനായും കാണാം. ബൈറ്റ് ഇവിടെ കൊടുക്കാം. വൈപ്പ്. ആരാധകരെ നിരാശയിലാഴ്ത്തി പുതിയ മോഹൻലാൽ ചിത്രം ബറൂസ് ഒക്ടോബർ 3 റിലീസ് നീട്ടിയിരിക്കുകയാണ്. സെപ്റ്റംബർ 12 ഓണം റിലീസായി നിശ്ചയിച്ചിരിക്കുകയായിരുന്നു ചിത്രം. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ റിലീസ് മാറ്റുകയായിരുന്നുവെന്നാണ് വിവരം. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും റിലീസ് ഇല്ലാതെയാണ് ഇത്തവണയും ഓണം റിലീസ്. എന്നാൽ ഇത് 2ാം തവണയാണ് ബറൂസിന്റെ റിലീസ് മാറ്റിവെക്കുന്നത്. ഈ വർഷം മാർച്ചിൽ തന്നെ റിലീസ് ചെയ്യാനായിരുന്നു ആദ്യ തീരുമാനം. പിന്നീട് ഓണം റിലീസായി മാറ്റിവെക്കുകയായിരുന്നു. 4.5 പതിറ്റാണ്ട് പിന്നിടുന്ന തന്റെ അഭിനയ ജീവിതത്തിൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബറൂസ് എന്ന പ്രത്യേകതയുമുണ്ട്.